ഹലോ, വെൽക്കം ടു ലൈറ. ഞാൻ ഇന്നൊരു കുറച്ച് പാഴ്സൽസ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐ തോട്ട് പാഴ്സൽ പാക്ക് ചെയ്യണ ഒരു വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. കുറച്ച് ഐറ്റംസ് ഉള്ളൊരു പാക്കേജിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേഗം പാഴ്സൽ പാക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാഴ്സൽ പാക്ക് ചെയ്യാൻ പോവുക. ഈ പാഴ്സൽസാണ് നമുക്കിന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐറ്റം നമ്മൾ ആദ്യം തന്നെ അങ്ങനെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ഈ കസ്റ്റമർ എടുത്തിരിക്കുന്നത് ഒരു 2 ബീഡ്സിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഫസ്റ്റ് മൾട്ടി ബീഡഡിൽ വന്നിട്ട് ഉള്ള ഈ ഒരു മാല കേട്ടോ. ഈ ഒരു ചെയിനാണ്, ബേഴ്സ് ലെവലിൽ വരും ഈ മാല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കും ഇതിൻ്റെ കൊളുത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലാതെ വേറെ എന്തെങ്കിലും കളർ ഡാമേജ് വന്നിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു മൈക്രോ പ്ലേറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡബിൾ ലെയർ ബീഡ് ചെയിൻ കേട്ടോ. കെട്ടൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ചെയിനാണ് ഓർഡർ ആക്കിയത് കണ്ടോ. ഇത് ബേഴ്സ് ലെവലിൽ വരും കേട്ടോ, ഇങ്ങനെ ഒരു ലെവലിൽ വരും. സോ ആദ്യത്തെ പാഴ്സലിൽ വന്നിട്ട് നമുക്ക് ഈ 2 മാലകളാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ 2 ചെയിൻസ് ഇങ്ങനെ ഒരു പൗച്ചിലേക്ക് സെക്യൂർ ആയിട്ട് ടൈ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ ബോക്സ് എടുത്തിട്ട് ബബിൾ റാപ്പ് വെക്കും. ബബിൾ റാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഐറ്റം വെക്കുക. നമ്മളെപ്പോഴും പ്രൊഡക്റ്റിൻ്റെ മാക്സിമം ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കേജിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ ടൈപ്പ് ബോക്സസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പാക്കേജിങ് സെലക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജുംക്കി പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ കൂടുതലും നമ്മൾ ഇതുപോലത്തെ സ്ക്വയർ ബോക്സസിലാക്കിയിട്ടാണ് കൊടുക്കുക. ബിക്കോസ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൊറിയർ ചെയ്യുമ്പോൾ എങ്ങനെയും നമ്മൾ ബൈ ഹാൻഡ് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രഷർ ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐറ്റത്തിന് ഡാമേജ് ഉണ്ടാവരുത്. അപ്പോൾ ഓരോ ഐറ്റം നോക്കിയിട്ടാണ് നമ്മൾ ബോക്സസ് സെലക്ട് ചെയ്യുക. നമുക്ക് സമയം കളയണ്ട, നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് ആൻറ്റി ടാർണിഷ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഒരു പീസ് കിഡ്സിൻ്റെ കളക്ഷനിൽ വന്നിട്ടുള്ള ആൻറ്റി ടാർണിഷ് ബാങ്കിൾ, പിന്നെ അഡൽട്സിൻ്റെ സൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ബാങ്കിളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്പണബിൾ ടൈപ്പാണ് കേട്ടോ. കിഡ്സിൻ്റെ ഓപ്പണബിൾ ടൈപ്പാണ്, അഡൽട്സിൻ്റെ ഓപ്പണബിൾ ടൈപ്പാണ്. നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെയിനാണ്. ചെയിനൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ബിക്കോസ് ചെയിനിൻ്റെ കല്ല് പോയിട്ടുണ്ടോ, പിന്നെ ഈ ഹുക്സ് കറക്റ്റ് അല്ലേ, ചിലതൊക്കെ ജാമായിട്ടിരിക്കും. അപ്പോൾ നമ്മളത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇത് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളത് തിരിച്ചിട്ട് നമ്മൾ റീപാക്കിങ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നമ്മളിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ അതുകൊണ്ടൊരു 99% നമ്മുടെ അടുത്തുനിന്ന് മേടിക്കുന്ന ഒരു ഐറ്റത്തിന് ഡാമേജ് ഉണ്ടാകില്ല. 1% എന്താണെങ്കിലും എൻ്റെ കണ്ണ് വെട്ടിച്ച് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് നമുക്ക് എന്താ ചെയ്യാം കേട്ടോ. സോ ഈ ഒരു പാഴ്സലാണ് അടുത്തുള്ളത്. നമുക്കിതും വേഗം പാക്ക് ചെയ്യാം. അടുത്ത പ്രൊഡക്റ്റ് കാണാം, അല്ലെങ്കിൽ ടൈം ഒരുപാട് പോകും. അടുത്ത പ്രൊഡക്റ്റ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് AD സ്റ്റോൺസിൻ്റെ മാലയാണ് കേട്ടോ, നെക്ലസ് ആണ്. ഇത് പേജിൽ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റമാണ്. ആൾ നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് അയച്ചു തന്നിട്ട് അതിന് പറ്റണ ഒരു മോഡൽ മാല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തതുകൊണ്ട് ആളെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ നമ്മുടെ പേജിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കണ്ടോ. കംപ്ലീറ്റ് എമറാൾഡ് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ AD ഫിനിഷും.
ചെയിനാണ് കേട്ടോ. ഇതിൻ്റെ ഇയറിങ്സ് കാണിക്കാം. ഇയറിങ്സ് വന്നിട്ട് ഇതാ, നല്ലൊരു AD നെക്ലസ് ആണ് കേട്ടോ. ഇത് ഫങ്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. നെക്സ്റ്റ് ഒരു AD സ്റ്റോൺ വെച്ചിട്ടുള്ള മാല, സെയിം കസ്റ്റമർ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഡബിൾ ലെയർ സർക്കിൾസ് വന്നിട്ടുള്ളൊരു മാലയാണ്. ഇതും വിത്ത് ചെയിനാണ് വരിക. പിന്നെ ഇതിൻ്റെ ഇയറിങ്സ്, എനിക്ക് പണ്ട് ഇങ്ങനത്തെ ബോക്സിങ് ആൻഡ് അൺബോക്സിങ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ വിചാരിച്ച ലൈറേഡ് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെയാണ് ഇയറിങ്സ് വരിക. അപ്പോൾ നമുക്കിത് വേഗം പാക്ക് ചെയ്യാം. അപ്പോൾ ശരി, ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.